എന്നെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിച്ചാൽ എൻ്റെ ക്യാരക്ടർ അതാണ്, അതിൻ്റെ തലയിലോട്ട് കയറില്ല. നമ്മുടെ സ്ട്രെങ്ത് ഒരു സ്റ്റേജിൽ മനസ്സിലാക്കിയാൽ ട്രൈ ആൻഡ് ഫോക്കസ് ഓൺ ദാറ്റ് ആൻഡ് ട്രൈ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. എന്ത് കാര്യത്തിനും അടിസ്ഥാനപരമായിട്ടുള്ള സമയം അതിൻ്റെ ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്ത് ജസ്റ്റ് ബി അറ്റ് ഇറ്റ്. കാര്യം നമ്മൾ വീണുകൊണ്ടേയിരിക്കും. മണി ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് എൻ ഏർലി സ്റ്റേജ്. മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അത് മാത്രം ഫോക്കസ് ആയാൽ you will not reach, because you will not enjoy also. Luxury is something that you will have to earn. അതിൻ്റെ സുഖമല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കില്ല. ഞാൻ പ്രകാശ് വർമ്മ, KLF-ൽ അപ്പോസ്ട്രഫീനൊപ്പം. കുറേ നാൾക്ക് ശേഷം ഈ ഹലോ പറയാതെ വരാൻ പറ്റുന്ന ഒരു വേദി ഇതാണോ സർ? അതെ അതെ, തീർച്ചയായിട്ടും. കാര്യം അത് പറഞ്ഞ് ഒരു സംഭവമായി. ജോർജ് സാർ അങ്ങോട്ട് ഇറങ്ങി ഇനി അതിൽ നിന്ന് മാറ്റി പിടിച്ചേ പറ്റൂ. അതെ. സോ പക്ഷേ കമ്മിങ് ടു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, നമ്മുടെ ഇവിടുത്തെ നടക്കുന്ന ഒരു ഇന്ററാക്ഷൻസ്, ഇപ്പം നേരത്തെ തന്നെ സാർ വന്നു, സെഷൻസിൽ നടക്കുന്ന വളരെ ഹെൽത്തി കോൺവെർസേഷൻസ് നടക്കുന്നുണ്ടല്ലോ. അപ്പം സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ട്രെൻഡിങ് ചർച്ച എന്തിനെ ചുറ്റിപ്പറ്റിയാണ്? ഇസ് ഇറ്റ് ഓൾ അബൌട്ട് സോഷ്യൽ മീഡിയ, അതോ നമ്മൾ പഴയ ജനറേഷനിലെ ആളുകളെ കുറിച്ചിട്ടൊക്കെയാണ്? വാട്ട് ഇസ് ജനറൽ ഒരു ട്രെൻഡിൽ നിൽക്കുന്ന കോൺവെർസേഷൻ ദാറ്റ് ഇസ് ഹാപ്പനിങ് ബിറ്റ്വീൻ? അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് സോഷ്യൽ മീഡിയ ഇസ് വെരി പവർഫുൾ ബിക്കോസ് എവറിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. അതിൻ്റേതായിട്ടുള്ള സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഭീകരമായ നെഗറ്റീവ് സൈഡും ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് എന്തും ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10-20 വർഷം കൊണ്ടുണ്ടായിരിക്കുന്ന എന്തൊരു ഫാസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ഇൻ ടേംസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അല്ലേ? അപ്പോൾ അതങ്ങനെ അതിൻ്റെ സ്പീഡും അതൊക്കെ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു അഡാപ്റ്റ് ആൻഡ് ഹൗ യു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. For an example, even when it comes to AI, everybody talks about it, apart from social media. AI is a huge thing, right? And it's what a brilliant way to do things. You can really make use of it. അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് സൈഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. പക്ഷേ ഐ തിങ്ക് ഹൗ ക്യാൻ യു മേക്ക് യൂസ് ഓഫ് ദിസ് ഇൻ എനി ഇൻഡസ്ട്രി? ലൈക്ക് ഫോർ എക്സാമ്പിൾ, അത് പറയാൻ സമയമുണ്ടോ? ഞാൻ ഒരു ഉദാഹരണം പറയാമെന്ന് വെച്ചാൽ, ഇപ്പം AI, ഇപ്പം എൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ് തന്നെ നമ്മളിങ്ങനത്തെ കാര്യത്തിനെയൊക്കെ പറ്റി ഭയന്നിട്ടല്ല കാര്യം. ഇത് ഓരോന്നും വന്നുകൊണ്ടിരിക്കും. ഇതൊന്നും ആരും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇറ്റ്സ് ഓൺലി ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബിഗർ. ദി ഓൺലി വേസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് നമുക്ക് അതിനുള്ള അവെയർനെസ് ഉണ്ടായി അതിലോട്ട് ഇറങ്ങിച്ചെന്ന് അത് നമ്മുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ യൂസ് ചെയ്യാം. ഫോർ എൻ എക്സാമ്പിൾ, ഈവൻ ഫിലിം മേക്കിംഗ്, ഐ ഡോണ്ട് തിങ്ക് ഐ ഹവ് ഹേർഡ് ദറ്റ് സ്റ്റോറി ഇതിന് മുമ്പെങ്ങും. റീസെൻ്റ്ലി എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരൻ ഫിലിം മേക്കറും കൂടെയാണ്. ഹി വാസ് വിത്ത് Ogilvy ബട്ട് ഹി മൂവ്ഡ് ഔട്ട്, സ്റ്റാർട്ടഡ് മേക്കിംഗ് ഫിലിംസ്. റീസെൻ്റ്ലി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ വീട്ടിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പുള്ളി ഭയങ്കര ആർട്ടിസ്റ്റാണ്. സോ പുള്ളിയുടെ തന്നെ സ്റ്റോറി ബോർഡ് പുള്ളി തന്നെ വരയ്ക്കുക, ബിക്കോസ് ഈസ് എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ഈ സ്റ്റോറി ഒരു കൊച്ചുകുട്ടി അതിൻ്റെ അകത്തുണ്ട്, ഒരു പെൺകുട്ടി 6-6.5 വയസ്സുള്ള 7 വയസ്സുള്ള ഒരു കുട്ടി അതിൻ്റെ അകത്തുണ്ട്. പുള്ളി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പുള്ളി വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ഇമേജറി ഭയങ്കര ക്ലിയർ ആയിട്ട് പുള്ളിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ സാധാരണ ഒരു ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ കാസ്റ്റിംഗ് ഏജൻസി അങ്ങനെ അവരെയൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നൊരു ബ്രീഫ് അനുസരിച്ച് അവർ സ്റ്റാർട്ട് കാസ്റ്റിംഗ് ആൻഡ് ദെൻ ഫൈനലി യു വിൽ സീ കറക്റ്റ്. ആ പ്രോസസ്സിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ട് പുള്ളി വാസ് നോട്ട് ഹാപ്പി ബിക്കോസ് വാട്ട് ഹി സോ വെരി ഡിഫറെൻറ്റ്. ആൻഡ് പുള്ളി ഒരു ജസ്റ്റ് വെറുതെ വീട്ടിലിരുന്ന് ChatGPT അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ചുമ്മാ ഫോർ ഫൺ മീൻവൈൽ ഇത് നടക്കുന്ന സമയത്ത് ഹി സ്റ്റാർട്ടഡ് ആസ്കിങ്. ഓഫ് കോഴ്സ് AI ഇൻ ടേംസ് ഓഫ് ഒന്ന് പെരിഫറൽ ലെവൽ അപ്പോൾ കുറേ ഇമേജസ് വരും. അതൊക്കെ ഭയങ്കര AI ക്രിയേറ്റഡ് വിച്ച് ഹി കാൺ. Then he basically feeding back with lot more information saying that I don't want a digital image. Can you source one for me, a real character? അങ്ങനെ കയറി അപ്പം വേറെ എന്തെങ്കിലും വരും. അപ്പോൾ വീണ്ടും ഡീറ്റെയിൽസ് പുഷ് ചെയ്ത് I was told by him by the 6th or the 7th day, real visuals of a kid which is 6 to 7 years from certain films അതിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ട് ഈ പ്ലാറ്റ്ഫോംസ് ഫീഡ് ചെയ്യാൻ തുടങ്ങി. And then he started asking from where water. Finally ആ ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഡീറ്റെയിൽസും നമ്പരും, ആൻഡ് ഹീ ഗോട്ട് ദ സെയിം ഗേൾ ഹു ഇമാജിൻഡ് റിയൽ. സോ ഞാൻ ഒരു ചെറിയ എക്സാമ്പിളാണ് പറയുന്നത്. സോ സമൺ ഈസ് മേക്കിംഗ് യൂസ് ഓഫ് AI, അല്ലേ? ഇത് ഞാൻ ഫിലിം മേക്കിങ്ങുമായിട്ട് കണ്ടു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ
ഇറ്റ്സ് ഓൾ അബൌട്ട് ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്താണെങ്കിലും നമ്മളതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. സാറിൻ്റെ കരിയറിൽ സാർ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ദർ ആർ ടൈംസ് ഞാൻ ഇത് നടക്കുമോ ഇല്ലയോ എന്ന് ആലോചിക്കുമ്പോഴും ഐ ഓൾവേസ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് എ ചാൻസ് ഹൗ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അങ്ങനെ ചിന്തിച്ചാണ് പല ക്രിയേറ്റീവ് സൈഡിലും സാർ വർക്ക് ചെയ്ത് യു ഗെയിൻഡ് വാട്ട് യു ഡ്രീം ഫോർ. ഇപ്പോൾ 20s അല്ലെങ്കിൽ ഐ വുഡ് സേ mid-30s, ബിക്കോസ് mid-30s നമുക്ക് ഒരു ജോലി വിട്ട് ചാടാനും അല്ലാതെ ടു എക്സ്പെരിമെന്റിനുള്ള കുറച്ചുകൂടി ഒരു ധൈര്യം വരും. ഓക്കെ, ഡു ഓർ ഡൈ ആ ടൈമിലായിരിക്കും. അങ്ങനെയുള്ള ഒരാളോട് വാട്ട് വുഡ് പ്രകാശ് വർമ്മ ആസ് എ പ്രൊഫഷണൽ വുഡ് അഡ്വൈസ്? ഇത് ഏത് മേഖലയുടെ കാര്യമാണ്? എനിത്തിങ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഇൻഫാക്ട് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അതിൽ. മേ ബി നമ്മൾ കടന്നു വന്ന സാഹചര്യവും അന്നത്തെ അവസ്ഥകളും ഒക്കെ കാരണമായിരിക്കാം. കാര്യം ഞാൻ ഐ കം ഫ്രം ലൈക്ക് എ വെരി സ്ട്രോങ് അക്കാഡമിക് ഫാമിലി ആൻഡ് ഐ വാസ് വെരി പുവർ ഫോർ വാട്ട് എവർ റീസൺ. ബിക്കോസ് എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എന്നെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിച്ചാൽ എൻ്റെ ക്യാരക്ടർ അതാണ്, അതിൻ്റെ തലയിലോട്ട് കയറില്ല. ഇന്ന കാര്യം ഇരുന്ന് പഠിച്ച് നാളെ എഴുതണമെന്ന് പറഞ്ഞാൽ എനിക്ക് കയറില്ല. അത് നാച്ചുറലായിട്ട് എനിക്ക് വന്നാലേ അത് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഫോഴ്സ്ഫുള്ളായിട്ട് വന്നുകൊണ്ട് ഐ വാസ് വെരി പോ അത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കുഞ്ഞുകാലത്ത് നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്കുള്ള അക്സെപ്റ്റൻസ് ഭയങ്കര ബോറാവും. അപ്പോൾ നമ്മൾ ഭയങ്കര ഇൻസെക്യൂർഡ് ആവും. ഇൻറ്റേർണലി നമ്മൾ വല്ലാണ്ട് ഇൻട്രോവേർട്ട് ആവും. ബിക്കോസ് യു കീപ് ഫീലിംഗ് ദാറ്റ് യു ആർ നോട്ട് ഗുഡ്, യു ആർ നോട്ട്, ബിക്കോസ് യു ആർ സറൗണ്ടഡ് ബൈ ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. സോ യു ആർ നോട്ട് ഗുഡ്, യു ആർ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫിക്കൾട്ട് സ്പേസിൽ കൂടെ കടന്നു വരുമ്പോൾ എവിടെയോ ഉള്ളിലൊരു ഫയർ യു ഓൾവേസ് വാണ്ട് ടു പ്രൂവ്. അപ്പോൾ ആ പ്രോസസ്സിൽ എവിടെയോ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ സാധാരണ എൻ്റെ ഏറ്റവും കംഫർട്ടബിളായിട്ടൊരു സുഹൃത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ടു എനി വൺ, 2-3 പേരുണ്ടാവുമല്ലോ എപ്പോഴും, നമ്മൾ സാധാരണ പറയുന്ന ചില കാര്യങ്ങളില്ലേ. ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കഥ പറയുക, അല്ലെങ്കിൽ ഒരു ഹോർഡിങ് കണ്ടു കഴിഞ്ഞാൽ ഇതെന്താ ഇങ്ങനെയെന്ന് പറയുക, അല്ലെങ്കിൽ നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുക. അഭിപ്രായം എന്ന് പറയുന്നൊരു കാര്യമില്ലേ, അത് വളരെ അത്ഭുതകരമാണ്. ചിലവർക്ക് അഭിപ്രായം ഇല്ല ഒന്നിനെ പറ്റിയും. അപ്പോൾ ആ ചെയർ നല്ലതാണോ, അതിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ട്, കംഫർട്ടബിൾ ആണോ, ഓക്കെ അതെന്താ നല്ലതാണ്, അല്ലെങ്കിൽ ചീത്തയാണെന്ന് പറയുന്ന ആൾക്കാരില്ലേ. ഞാൻ അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് വളരെ സ്ട്രോങ് അഭിപ്രായം കുട്ടിക്കാലത്ത് തൊട്ട് ഞാൻ പലവരിടത്തും പറഞ്ഞിട്ടില്ലെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞും അതുവഴിയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഒരു സ്പേസിൽ എൻ്റെ സ്ട്രെങ്ത് എനിക്ക് എവിടെയോ പിടികിട്ടിയെന്ന് എനിക്ക് തോന്നി. അതായത് ഐ ഫിഗേർഡ് ഇൻ ഫാക്ട് മൈ എസ്തെറ്റിക്സ് ഇസ് ബെറ്റർ ദാൻ ദ പീപ്പിൾ ദാറ്റ് ഐ മൂവ് അറൗണ്ട്. മൈ സ്റ്റോറി ടെല്ലിംഗ് കമ്മ്യൂണിക്കേഷൻ ഇസ് ആക്ച്വലി അത് വർക്ക് ചെയ്യുന്ന കാര്യം. ഇന്നലെ ഞാൻ ബസ്സിൽ വന്നപ്പോൾ നടന്നൊരു കാര്യത്തെപ്പറ്റി ഞാൻ വേറൊരാളുടെ അടുത്ത് പറയുമ്പോൾ അയാളുടെ അറ്റൻഷൻ മാക്സിമം വേണമെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ അകത്ത് കയറ്റുന്ന മസാലയ്ക്ക് ഐ നോ ലുക്കിംഗ് അറ്റ് ദാറ്റ് പേഴ്സൺ ഐ ദാറ്റ് ദേ ആർ ലിസണിങ് ടു മീ. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതായത് എനിക്കത് പറയാൻ പറ്റും. ഞാൻ കഥ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ വന്ന് അത് ഇയാൾ പോയി കാണാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ എക്സാജുറേറ്റ് ചെയ്യും. ഇതേ ക്യാരക്ടർ പോയി സിനിമ കണ്ടിട്ട് പറയും നീ പറഞ്ഞ പോലെ അല്ലല്ലോ അതാണല്ലോ ബെറ്റർ വേർഷൻ എന്നൊക്കെ പറയും. അവിടെയാണ് നമുക്ക് നമ്മളെ പറ്റി മനസ്സിലായ. ഫോർ മീ, ഞാൻ പറഞ്ഞു വരുന്ന ഏർലി സ്റ്റേജിൽ എവിടെയോ എൻ്റെ സ്ട്രെങ്ത് എനിക്ക് മനസ്സിലായി. ദാറ്റ് ഐ ഹാവ് എ വിഷ്വൽ മെമ്മറി. വിഷ്വൽ മീഡിയമാണ് എനിക്ക് കുറച്ചും കൂടെ ചേരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്കെവിടെയോ ഒരു സ്പേസ് ഉണ്ട് എന്നൊരു തോന്നലുണ്ടായി. അതുമാത്രമല്ല, ഐ തിങ്ക് ഓൾസോ അക്കാഡമിക് ഫാമിലിയൊക്കെ ആണെങ്കിൽ എൻ്റെ ഫാമിലിയിൽ പലവരും വളരെ ഡീപ്പായിട്ടുള്ള ആർട്ടിസ്റ്റാണ്. വെദർ ഇറ്റ്സ് ചിത്രകലയാണെങ്കിലും എഴുത്താണെങ്കിലും അങ്ങനെ പല കാര്യം, കഥകളിയാണെങ്കിലും ഒക്കെ. അപ്പോൾ അതൊക്കെ എവിടെയോ ഹെറിഡിറ്ററി ആയിട്ട് വന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പം അതൊന്നും ഞാൻ കോളേജ് വരെ സമയത്ത് അതൊന്നും ഞാൻ ഇപ്പോൾ ഒരു നാടകത്തിൽ, അമച്വർ നാടകത്തിൽ പോകണം, അല്ലെങ്കിൽ ഞാനൊരു പടം വരയ്ക്കണം, ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കില്ല. കാര്യം പഠിക്കുക ആദ്യം, അതിനായിരുന്നു ഫോക്കസ്. പക്ഷെ എനിക്ക് കലാപരമായിട്ട് ഞാൻ എങ്ങനെയാണ് മുമ്പോട്ട് പോകുക. അപ്പോൾ ഈ പറഞ്ഞ സ്ട്രെങ്ത് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമയാണ് നല്ലത്. കാര്യം സിനിമയിൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഇൻവോൾവ് ചെയ്താൽ I am spending maximum time with a set of artists, whether it's musicians, actors, DOP, everybody, they're all artists. What more can I? So, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എനിക്ക് അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഉണ്ടായി. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഈ ജനറേഷൻ 25 to 30 whatever, പറ്റുമെങ്കിൽ try and understand whatever industry that you are. Some people are very good at cooking, right? It is an art, and some people are good at writing. Some people are very good with monies.
ലൈക്ക് ദേ നോ വാട്ട് ഫിനാൻസസ്, ദേ നോ ഹൗ ടു ഹാൻഡിൽ. പലവരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ സ്ട്രെങ്ത് ഒരു സ്റ്റേജിൽ മനസ്സിലാക്കിയാൽ ട്രൈ ആൻഡ് ഫോക്കസ് ഓൺ ദാറ്റ് ആൻഡ് ട്രൈ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. ആൻഡ് വിത്ത് എ ലോട്ട് ഓഫ് യങ്ങർ ജനറേഷൻ ഐ സീ ദാറ്റ് because I meet a lot of youngsters because of my industry, and I could see, അതിൽ പലവരും എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇത് ക്രാക്ക് ചെയ്യാനും the flashy side of success, no, which is materialistic world. അത് വേഷമായിരിക്കാം, വാഹനങ്ങളായിരിക്കാം, മെറ്റീരിയൽ, അതൊക്കെയാണ് എക്സൈറ്റഡ് ആയിട്ട് എങ്ങനെയെങ്കിലും അത് ക്രാക്ക് ചെയ്യുക. നമ്മൾ ചിലവർ എങ്ങനെ വരുന്നത് കാണാം, അങ്ങനെ പോകുന്നത് കാണാം. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനും അടിസ്ഥാനപരമായിട്ടുള്ള സമയം അതിൻ്റെ ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്ത് ആൻഡ് ജസ്റ്റ് ബി അറ്റ് ഇറ്റ്. കാര്യം നമ്മൾ വീണുകൊണ്ടേയിരിക്കും. ഓരോ വീഴ്ചയിലും പഠിച്ചിട്ട് നമ്മുടെ സ്ട്രെങ്ത് ഇതാണ്, ഇത് തന്നെയാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്ന ആ ടൈം അതിൽ കൊടുത്തില്ലെങ്കിൽ, കാര്യം ഇവൻച്വലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് 3 പേരുടെ അടുത്ത് ഞാൻ പറയുന്ന പോയിന്റൊക്കെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് 3 നേരം ഭക്ഷണം അല്ലെ 2 നേരം ഭക്ഷണം അതെന്തായാലും കിട്ടും, ഇല്ലേ? എങ്ങനെയായാലും കിട്ടും. വാട്ട് ഇസ് ദാറ്റ് ടു വറി? ഇൻവെസ്റ്റ് ദാറ്റ് ടൈം ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. ദി മിനിറ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലത്തെ സ്ട്രെങ്ത്തും പാഷനും ആണെങ്കിൽ യു വിൽ സ്റ്റാർട്ട് എൻജോയിങ് എവറി ഡേ. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പല കയറ്റങ്ങളും ഡീപ്പ് ഫോളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഐ ഹാഡ് എൻ എൻജോയബിൾ റൈഡ്, റോളർ കോസ്റ്റർ റൈഡായിരുന്നു. ബട്ട് ബിക്കോസ് ഓഫ് ദിസ് അതിന് വിഷമങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഐ എം എക്സൈറ്റഡ് എവറി ഡേ മോർണിംഗ് to crack something beautiful, be with creative people, do something. അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് മണി ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അറ്റ് an early stage. മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പക്ഷെ അത് മാത്രം ഫോക്കസ് ആയാൽ യു വിൽ നോട്ട് റീച്ച്, യു വിൽ നോട്ട് എൻജോയ് ഓൾസോ. കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ കുട്ടികൾക്കൊപ്പം ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകാനും വണ്ടിയിൽ നിന്ന് പാട്ട് പാടാനൊക്കെ ഇഷ്ടമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു. സോ ആ ഫാമിലി ടൈമിൽ എപ്പോഴെങ്കിലും ഹാവ് യു എവർ തോട്ട് ലൈക്ക് ഓക്കെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് വെക്കേണ്ടതുണ്ട്? ലൈക്ക് ഓൾഡർ ജനറേഷൻ ഹാഡ് ദാറ്റ് തിങ്കിങ്. ദേ ഹാവ് സാക്രിഫൈസ് ഹാഫ് ഓഫ് ദെയർ കരിയർ ഫോർ ദെംസെൽഫ് ബിൽഡിംഗ് എ ഹൗസ് ഓർ ഐദർ സെറ്റിംഗ് അപ്പ് എ ഫാമിലി. പക്ഷെ പിന്നീട് ദേ വുഡ് റിഗ്രറ്റ്. Like for their retirement life, they have nothing. Their children will be abroad. Like they only have video calls and phone calls. So have you ever thought about that? എൻ്റെ കുട്ടികൾക്ക് വേണ്ടി what I am doing or what should I exactly do? Have you ever thought that? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇൻഫാക്ട് വളരെ ഏർലി സ്റ്റേജിൽ എൻ്റെ കുഞ്ഞുങ്ങൾ 1 വയസ്സൊക്കെ ആയ സമയത്തായിരിക്കണം. ഇൻഫാക്ട് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട്, ഇൻഡസ്ട്രിയിൽ തന്നിലുള്ളൊരു സുഹൃത്തുമായിട്ടൊരു കോൺവെർസേഷനിൽ, ബിക്കോസ് ഹി വാസ് ടു ബിസി മോസ്റ്റ് ഓഫ് ദ ടൈം ബിക്കോസ് ഓഫ് ഹിസ് വർക്ക്, എന്തോ ഒരു കാഷ്വൽ ടൈമിൽ പുള്ളി പറഞ്ഞു, എനിക്ക് 2 പെൺകുട്ടികളാണ്, അവർക്ക് 16ഉം 17ഉം വയസ്സായി. എനിക്കിതുവരെ ആക്ച്വലി ഐ ഹവ് നോട്ട് സീൻ ദം ഗ്രോയിങ് അപ്പ്. അതെൻ്റെ തലയിൽ ഭയങ്കരമായിട്ട് എന്നും മെമ്മറിയിൽ അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ്. സോ ടുഡേ എനിക്ക് 3 കുട്ടികളാണ്, ട്വിൻസ് ആൺകുട്ടികൾ, അവർക്ക് 20 വയസ്സായി, മകൾക്ക് 15 വയസ്സായി. ഷീ ഈസ് സ്റ്റിൽ വിത്ത് അസ്. ഇഫ് ഐ ലുക്ക് ബാക്ക്, ഇൻ ഫാക്ട് ഐ എം സോ ഹാപ്പി ബിക്കോസ് we celebrated their childhood. എൻ്റെ എല്ലാ സ്കെഡ്യൂളും was around their schedule. I was very busy, but I've never missed any summer holidays or even short holidays. We always be together because I really wanted to be, because that is more than anything else. Of course, it creates a lot of memory, you cherish those memory. But if I look back, even for kids, I can see that we had a great time. And now they are post 18. The only thing I have said is, now it is your life. You decide whatever, anything for your higher education. If you are interested, which we will never force, I will support you for that. Okay? We are there for you. Even if you fall. But no luxury. Luxury is something that you will have to earn. അതിൻ്റെ സുഖം അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കില്ല. അപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ they travel normally or anything like that. But when they are with us, we are in a car, we are driving, we talk, we eat great food because we are all foodies, we travel around, food, we eat, all that experience. But post this, any luxury is not yours. That is something that you got to earn. High education, of course. And even with Maya, another 3 more years, and then it is all her decision what to do, what not to do. And I'm sure eventually they are all individuals now and they can take decisions. എനിക്ക് ഇത് കഴിഞ്ഞ് എന്താണ് അല്ലെങ്കിൽ അവരെന്ത് എനിക്ക് തിരിച്ചു തരും, അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങൾ എനിക്കോ എൻ്റെ വൈഫ് സ്നേഹിക്കോ ഇല്ല. കാര്യം എക്സ്പെക്റ്റേഷനിൽ നമ്മൾ ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും.
തീർച്ചയായിട്ടും അതിൻ്റെ പെർസെൻറ്റേജൊക്കെ എന്നിലും ഉണ്ടാവും. ഞാനിപ്പോൾ വലിയ ഭാഷണം പറയല്ല, ഇതൊക്കെ ഞാൻ ശ്രമിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ അവരുടെ ലൈഫാണ്, അവരുടെ കാര്യങ്ങളാണ്. പക്ഷേ അതേപോലെ തന്നെ ഈ പറയുന്ന പ്രോസസ്സിൽ ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓൾ ത്രീ ഓഫ് ദം ആർ ഡീപ് ഡൈവേഴ്സ്, ദേ ആർ എക്സ്പീരിയൻസ്ഡ് അഡ്വാൻസ്ഡ് ഡൈവേഴ്സ്. അപ്പോൾ എവറി ഇയർ ദേ ഗോ, വി ഹവ് ഡൺ സോ ആൻഡ് വി ഡ്രൈവ് ക്വൈറ്റ് എ ലോട്ട്, ഓൾ 5 of us. ഇവർക്ക് 5 മാസം പ്രായമുള്ളപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ സാറിന് വണ്ടി ഇരിക്കില്ല, അവർക്കൊരു പ്രശ്നമില്ല. സോ ഐ എം ഷുവർ എന്തൊക്കെയായാലും വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരെവിടെയെങ്കിലും ആണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. ദേ വിൽ ഓൾ കം ടുഗെദർ സെയിങ് ലെറ്റ്സ് ഡ്രൈവ് ടു ദിസ് പ്ലേസ് whatever. സോ അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ടായി എന്ന് ഇപ്പോൾ അത് സംഭവിച്ചില്ലെങ്കിലും വിഷമങ്ങളൊന്നുമില്ല. വെൻ യു ലുക്ക് ബാക്ക്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. Happy for that. Prakash Varma എന്ന പ്രൊഫഷണൽ ഹാവ് ഇൻഡയറക്ട്ലി ഇപ്പൊ ഈ പറയുന്ന ഈ അടുത്തിടെ നടന്ന ഇന്റർവ്യൂസിനൊക്കെ മുമ്പ് തന്നെ പീപ്പിൾ നോ യുവർ വർക്ക്സ്, ഓഫ് കോഴ്സ്. But I'm asking in a place where now political parties are so much interested in building stories. Like social media is a big weapon for themselves. I don't know if any political parties or any leaders have talked to you directly about anything making professional campaigns or something. But my question is like, would Prakash Varma, being a professional, if approached by a political party to lead their campaign, would you agree or not? കറണ്ട് സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ചായ്വ് ഇനി പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയോട് ഇല്ല. ഇൻഫാക്റ്റ് എനിക്ക് സുഹൃത്തുക്കൾ എല്ലാ പാർട്ടീസിലും ഉണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ട് അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഷെയ്ഡ്സ് ഇവൻച്വലി ഞാൻ നോക്കും. ഇവൻച്വലി അതെല്ലാം കഴിഞ്ഞ് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്ന കഥയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. അതിൽ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമുണ്ടോ, അതോ ഞാനത് ഫേക്ക് ചെയ്യണോ എന്ന് പറയുന്നൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി എന്നല്ല. ഇപ്പം ഞാൻ നേരത്തെ ഇവിടെ സെഷൻ നടന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഫെയർനെസ് ക്രീം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി. അത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ മാത്രമല്ല ഞങ്ങളുടെ എൻറ്റയർ ടീം ഡിസൈഡഡ്, കാര്യം വി ഡോണ്ട് ബിലീവ് ഇൻ എ പ്രൊഡക്റ്റ് ലൈക്ക് ദാറ്റ്. എന്താണ് ഫെയർനെസ് ക്രീം? അത് നമ്മൾ കാര്യം പിന്നെ നമ്മളതിൽ വിശ്വാസമില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ഫേക്ക് ആയിട്ടായിരിക്കും. അതിന് ഞാൻ കൺവിൻസ്ഡ് ആയിരിക്കില്ല ആ സ്റ്റോറിയിൽ, അപ്പോൾ അത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതേപോലെ ഞാൻ കൺവിൻസ്ഡ് ആയാൽ അതിൽ ഞാൻ പറയാൻ പോകുന്ന മാറ്റർ എപ്പാർട്ട് ഫ്രം സെല്ലിങ് അതിൻ്റെ അകത്തൊരു പോയിൻ്റ് ഉണ്ട്, ഇത് പറയേണ്ട കാര്യമാണ് എന്നൊരാവശ്യം തോന്നിയാൽ ഞാൻ ചെയ്യും. അതല്ലെങ്കിൽ എനിക്ക് കൺവിൻസ്ഡ് ആവണം. മനസ്സിലായി. 2025 ജോർജ് സാറിൻ്റെ ആയിരുന്നു. 2026 അത്തരം സ്ട്രൈക്കിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ ആർ യു ഗോയിങ് ടു വെയിറ്റ് ഫോർ എ ഗുഡ് തിങ് ലൈക്ക് ജോർജ് സാർ? ഈ സ്ട്രൈക്കിംഗ് ആകുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? എസ്പെഷ്യലി ഒരു ഫിലിം മേക്കറിന് മേ ബി നമ്മൾ പറയാം, ഈ ഒരു ഐഡിയ എനിക്കിഷ്ടമായി, ലെറ്റ് മീ ട്രൈ. ഫോർ എൻ ആക്ടർ ഇൻഫാക്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് അത് വന്നു ചേരുന്ന കാര്യങ്ങളാണ്. അത് എവിടുന്നോ വരുന്നതാണ്, ഞാനായിട്ട് ഉണ്ടാക്കുന്നതല്ല. തുടരും വാസ് എ കംപ്ലീറ്റ് സർപ്രൈസ് ആൻഡ് ഫോർ മീ അതിൻ്റെ സക്സസ്സോ ബാക്കിയൊന്നുമല്ല, അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ഒരു ഡിസിഷനായിരുന്നു. അതിൽ ലാലേട്ടനെ പോലെ ഒരാളുടെ കൂടെ വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ്, പക്ഷേ 80 ദിവസം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന വാസ് വൺ ഓഫ് ദ കീ പോയിന്റ് വിച്ച് വാസ് എക്സൈറ്റിംഗ് ഫോർ മീ. തരുൺ ആസ് എ ന്യൂ ഫിൽം മേക്കർ ഹാഡ് എ ബ്രില്യൻറ്റ് നരേഷൻ. ഞാൻ ആ നരേഷനിൽ, ബിക്കോസ് ഐ ആം എ ഫിൽം മേക്കർ, so he came to my office and had a 3.5 narration. As a storyteller, wow, someone can tell a story and the minute details. And I said, this is exciting because I learned something from him. He's a younger generation filmmaker, but so much of clarity. And then I said, this is interesting. But the only risk point was I am basically sharing a frame most of the time in a challenging, menacing manner opposite a legendary actor. Will I be able to perform? Our fear ആണ് third thing. I said, this is interestingly enough risky for me. Always I walk in a thin line. അപ്പോൾ this is good to know about me. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് സക്സസ് ഒക്കെ. നമ്മളന്ന് ഒരു ഫിലിം നല്ല ചിന്തയോടുകൂടി എടുക്കുന്ന ഫിലിം സക്സസ്ഫുൾ ആയിരുന്നിട്ടില്ലേ? അപ്പോൾ അതൊക്കെ നമുക്കുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇനിയുള്ളത് എന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ച് അതിൻ്റെ ഈ പറയുന്ന സ്ട്രൈക്കിംഗ് ക്യാരക്ടേഴ്സ് നോക്കിയൊന്നും നമുക്കിരിക്കാൻ പറ്റില്ല. ഞാൻ എടുക്കുന്ന ഈ പറയുന്ന പോലെ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ
ഞാൻ അതിൽ നിന്നും എനിക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ആസ് എ പേഴ്സൺ, ആസ് എ ഫിലിം മേക്കർ കിട്ടുമെന്നൊക്കെ തോന്നുന്ന ഒരു സ്പേസിലായിരിക്കും ഞാൻ പോവുക. അതുകൊണ്ട് തന്നെ ഇൻഫാക്ട് അതൊന്ന്. പിന്നെ എനിക്ക് ഐ എം റണ്ണിങ് എ കമ്പനി, സോ മെനി പീപ്പിൾ ആർ വർക്കിംഗ്, സോ മെനി ക്യാമ്പെയിൻസ് വിച്ച് ഐ എം ഇൻവോൾവ്ഡ്. ദാറ്റ്സ് എ ഹ്യൂജ് തിങ്. ഐ എം റൈറ്റിംഗ് എ ഫീച്ചർ ഫിലിം, സോ ഐ വോണ്ട് ടു മേക്ക് ദാറ്റ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ പറയുന്ന ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ഐ ലേൺ എന്ന് തോന്നുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു പ്രോസസ്സിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ. രഞ്ജിയേട്ടൻ, നമ്മുടെ ഫിലിം മേക്കർ, റൈറ്റർ ഫിലിം മേക്കർ രഞ്ജിത്തിൻ്റെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ നിവർത്തിയില്ല. അതിൻ്റെ ഓൾമോസ്റ്റ് 80% ഷൂട്ട് എൻ്റെ പോർഷൻസ് കഴിഞ്ഞു. Another 20% I think I'll go back and continue, and I'll finish by around Feb 15th. So I'm quite excited about that process, purely because that process is interesting, because Renjiyatan is a university, and ഒരു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ തൊട്ടൊരു ദേവാസുരത്തു നിന്ന് ഒരു നന്ദനം, അല്ലെങ്കിൽ ഒരു പ്രാഞ്ചിയേട്ടൻ, അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ്, എന്തൊരു വേരിയേഷനാണ്. നമ്മൾ പണ്ട് KG ജോസ് സാറിനെ പറ്റി പറയുന്ന പോലെ എന്തൊരു വേരിയേഷനാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറേ മനസ്സിലാക്കുമെന്നും അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ് ഇതുവരെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ സിനിമാക്കാരോടും സംവിധായകരോടും പൊതുവെ ഒരു ഓഡിയൻസ് ഇൻട്രാക്ഷൻ വരുമ്പോൾ ചോദിക്കുന്നതാണ്, ഹൗ ക്യാൻ വി അപ്രോച്ച് യു? ഇഫ് ഐ ഹാവ് എ സ്റ്റോറി ടു ടെൽ, ഇഫ് ഐ ഹാവ് എ വർക്ക് ടു collaborate with, I wish if I can board Prakash Varma. Okay, how can I approach? What will be this is regarding advertising or as advertising? Advertising, the best thing is actually കാര്യം currently പണ്ടൊക്കെ എനിക്ക് ഞാനിപ്പോൾ ഒരാൾക്ക് ടെക്സ്റ്റ് ചെയ്താൽ എനിക്ക് ആക്ച്വലി റിപ്ലൈ വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവുമായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ഒരാൾ വിളിച്ചാലോ, എനിക്കറിയാവുന്ന നമ്പർ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്താലോ എത്രയും വേണമെന്ന് റിയാക്ട് ചെയ്യാവുന്നൊരു പക്ഷെ പോസ്റ്റ് തുടരും. ഇൻഫാക്ട് I still try to do that, but Instagram, it's too many. I mean, you don't know, and I can't. Then I lost track with that. So I'm trying to keep someone also to, because it's important when people, talk, right? Regarding work and advertising and campaign, normally what happens is there's a Nirvana page, and also there's clearly Sneha's number, Sneha's mail ID. She's executive producer. She's also partner, life partner, business partner. Sneha, Nandini, these are people, and all the details are there. Always better to connect with them. Sometimes mails are fine, but better on a WhatsApp message, because that's much more faster. That's the best way. Allengil enne direct aayitaanengil, if again not by mails, because tons of mails, so WhatsApp le clear aayittu oru voice message അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് നോട്ടോ സെയിങ് ഹൂ ഇസ് ഹൂ വട്ടെവർ, അതായിരിക്കും ബെസ്റ്റ് ഫോം. റിയാക്ട് ചെയ്തില്ലെങ്കിൽ, ആ സമയത്ത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ, സ്നേഹ ഇസ് ദ ബെസ്റ്റ് ബെറ്റ്. മാമിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ റീസെന്റ് ഇട്ട പോസ്റ്റ് 25 years of marriage. You want to say a message to your partner? When you post so much of emotional content in the post, photos ഒക്കെ വെച്ചിട്ട്, അതെ, ഐ തിങ്ക് എന്താ പറയുക, ഇതിപ്പോൾ ഞാനിപ്പം ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയും ജീവിതത്തിൽ ഷെയർ ചെയ്തയും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പല പല കാര്യങ്ങളും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഭീകരമായ റെസ്പെക്റ്റും ആസ് എൻ ഇൻഡിവിജ്വൽ, more than just the so-called husband and wife. It's much beyond that, because it's much deeper connection in terms of friendship, because even before marriage we were together for 4-5 years at least running the business, so we've gone through a lot. And ഈ പറഞ്ഞ പ്രോസസ്സിലൊക്കെ സാധാരണ ആൾക്കാർ തന്നെയാണ് ഞങ്ങളും അതേപോലത്തെ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ കടന്നു പോവുകയും ചെയ്യും. ഞങ്ങൾക്ക് ഫ്ലോസ് ഉണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയൽ എന്ന് പറയുന്ന സോഷ്യൽ അവസ്ഥയിലുള്ള അതൊന്നും ഒരിക്കലും സോഷ്യലായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ. ഏതൊരു മനുഷ്യനും അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവ് സൈഡും ഉണ്ട്. എനിക്ക് ധാരാളം ഫ്ലോസ് ഉണ്ട്. എനിക്ക് സാധാരണ സോഷ്യലി പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും എനിക്കുണ്ട്. ആൻഡ് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്, ബിക്കോസ് ഐ നോ ദറ്റ് ഈക്വലി ദർ ഇസ് സംതിങ് വിച്ച് ഈസ് മൈ സ്ട്രെങ്ത്, വിച്ച് മൈ പാർട്ട്ണർ ഓർ എ ഫ്രണ്ട് ഈസ് ഓൾവേസ് ലുക്കിംഗ് അറ്റ്, ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ഡു. ആൻഡ് അതുകൊണ്ടാണ് പല സമയത്തും ചില സാധാരണ ആൾക്കാരെ പോലെ as partners, when you fall into deep situations, we come out of it because of the maturity to understand that he or she is also a human being, and why can't you just look at the positive side? And that's what we did. And thank you. ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് സ്നേഹത്തെ പറയുകയാണെങ്കിൽ, ഫോർമലായിട്ടൊക്കെ സ്നേഹയുടെ മുമ്പിൽ എനിക്ക് അതുകൊണ്ട് കംപ്ലയിൻറ്റും ചെയ്യാം എൻ്റെ ഇടയ്ക്ക്, പറയേണ്ട ഇതൊക്കെ നേരിട്ട് എന്ന് പറയാം. അതുകൊണ്ട് ഇങ്ങനത്തെ അവസരത്തിൽ ഞാൻ പറയുന്നു, താങ്ക് യു സോ മച്ച് ഫോർ ടീച്ചിങ് മീ
ബീയിങ് വിത്ത് മീ ആൻഡ് സംടൈംസ് ഓൾസോ എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ മിണ്ടാണ്ടായിരിക്കുക, ഞാൻ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ഞാൻ ഷൗട്ട് ചെയ്യുകയോ അതൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ 3-4 ദിവസം മിണ്ടാണ്ടിരിക്കും. വണ്ടിയിൽ പോകുമ്പോൾ 2 മണിക്കൂറൊക്കെ മിണ്ടാണ്ടിരിക്കും ഞാൻ. അപ്പോൾ അങ്ങനത്തെ അത് പെയിൻഫുൾ ആയിരുന്നെങ്കിൽ അതുവഴിയൊക്കെ കടന്നു പോയ സമയത്ത് അത് മാനേജ് ചെയ്തതിനും ഞാൻ വല്ലാതെ ഈ പറയുന്ന എൻ്റെ ഫ്ലോസിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തതിനും എൻ്റെ കൂടെ നിന്നതിനും പിന്നെ ഓൾസോ ഗിവിങ് മീ 3 ബ്യൂട്ടിഫുൾ ചിൽഡ്രൻ, എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു. താങ്ക് യു.